ഹായ് ഓൾ. അപ്പോൾ ഇന്നത്തെ ദിവസം കൃത്യമായിട്ട് നമ്മൾ ലെവലുകളൊക്കെ വർക്ക് ചെയ്ത ദിവസമാണ്. അതുകൊണ്ട് ഗ്രൂപ്പിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല ബാക്കി കാര്യങ്ങളൊന്നും. രണ്ടാമത് എടുത്ത ട്രേഡ് ഞാൻ കൃത്യമായിട്ട് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചെങ്കിൽ അത് നമ്മൾ ഡിസ്കസ് ചെയ്യാത്തൊരു ട്രേഡായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അത് അപ്ഡേറ്റ് ചെയ്തത്. കാരണം നമ്മൾ രാവിലെ തന്നെ നമ്മൾ ലെവലിന് താഴത്താണ് മാർക്കറ്റ് ഓപ്പൺ ആയത്. ഓൺ സ്പോട്ട് നമ്മൾ പുട്ട് സൈഡിലേക്ക് ട്രേഡ് എടുത്തിരുന്നു. അത്യാവശ്യം നല്ല പ്രോഫിറ്റിൽ എല്ലാവരും ഇറങ്ങിയത്. അതിനുശേഷം രണ്ടാമത്തെ ട്രേഡ് എടുത്ത് കഴിഞ്ഞിട്ടാകുമ്പോൾ ഞാൻ ഏകദേശം ഈ ലെവലിൽ നിന്ന് എടുത്തത്. അവിടെ നിന്ന് എടുത്തിട്ടാകുമ്പോൾ ഞാൻ കൃത്യമായിട്ട് ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്തു. ഞാനൊരു സ്ട്രാറ്റജി വെച്ചിട്ട് എടുത്തത്. കാരണം വെച്ചാൽ അഥവാ നമ്മൾ ഓപ്പോസിറ്റ് പോയാലും രാവിലെ കിട്ടിയ പ്രോഫിറ്റിൻ്റെ ചെറിയൊരു ഭാഗം മാത്രം ലോസ് സഹിക്കാവുന്ന രീതിയിലാണ് അത് എടുത്തത്. അപ്പോൾ ഒരു പെർ ലോട്ടിന് 1000 രൂപ വെച്ചിട്ടാണ് നമുക്ക് രണ്ടാമത്തെ ട്രേഡിന് പ്രോഫിറ്റ് കിട്ടിയത്. അല്ലാതെ ഞാൻ മുകളിലേക്കാണ് വ്യൂ എന്ന് പറഞ്ഞപ്പോൾ കോള് നേരിട്ട് ബൈ ചെയ്ത ആൾക്കാരുണ്ട്, അവർക്കൊക്കെ അതിനേക്കാളും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ റിസ്ക് റിവാർഡ് അനുസരിച്ചാണ് പ്രോഫിറ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് അത്ര റിസ്ക് രാവിലത്തെ പ്രോഫിറ്റ് ഫുള്ള് കളഞ്ഞ് റിസ്ക് എടുക്കേണ്ട വിചാരിച്ചുകൊണ്ടാണ് ഞങ്ങൾക്ക് പ്രോഫിറ്റ് കുറഞ്ഞത്. അല്ലെങ്കിൽ ബാക്കി അല്ലാതെ എടുത്തവർക്കൊക്കെ നല്ല പ്രോഫിറ്റും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് റിസ്ക് റിവാർഡ് അനുസരിച്ച് മാറ്റം വരില്ല. നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് നിങ്ങൾ ആ ട്രേഡ് എടുക്കുക എന്നുള്ളതാണ്. മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ മാത്രമാണ് ഈ ലെവലുകൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ട്രേഡ് എടുക്കേണ്ടത് നിങ്ങളുടെ റിസ്ക് റിവാർഡ് അനുസരിച്ച് നിങ്ങൾ ട്രേഡ് എടുക്കുക. ഓക്കെ. നാളത്തെ ലെവൽ വെച്ച് കഴിഞ്ഞാൽ പ്രധാനപ്പെട്ടത് ഇന്നലെ ഉണ്ടായി 25,750 സപ്പോർട്ടായിട്ടുണ്ട്, അതിന് റെസിസ്റ്റൻസ് ആയിട്ട് മാറും. പക്ഷെ എന്നാലും അത്രമാത്രം സ്ട്രോങ് റെസിസ്റ്റൻസ് അല്ല, ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ 25,250 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ 25,350 ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ഇതൊക്കെയാണ് മുകളിലേക്കുള്ള റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. പിന്നെ താഴത്തേക്ക് സപ്പോർട്ടായിട്ട് വരുന്നത് 25,030 മുതൽ 25,000 വരെയുള്ളൊരു സപ്പോർട്ട് ഉണ്ട്. പിന്നെ 24,950 ഉണ്ട് ഒരു സപ്പോർട്ട്. പിന്നെ 25,850 ഉണ്ട് ഒരു സപ്പോർട്ട്. ഇത്രയാണ് പ്രധാനപ്പെട്ട സപ്പോർട്ടുകളായിട്ട് വരുന്നത്. നാളെ ചിലപ്പോൾ നിഫ്റ്റി ഡൗൺ സൈഡിലേക്കുള്ള മൂവ്മെൻറ്റിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനൊരു രാവിലത്തെ ഓപ്പണിംഗ് കൂടി നോക്കിയിട്ട് തീരുമാനം എടുക്കുള്ളൂ. എങ്കിലും ഡൗൺ സൈഡിലേക്കായിരിക്കും പ്രധാനം എന്നാണ് ഞാൻ കരുതുന്നത്. ഓക്കെ. പിന്നെ ചില ആൾക്കാർ പറയുന്നത് കേട്ട് നമ്മൾ കുറച്ച് ട്രേഡുകളുടെ എണ്ണം കുറവാണെന്ന് ഇപ്പോഴും രണ്ടു മൂന്ന് ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ അവർ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചെങ്കിൽ ഒരുപാട് ട്രേഡുകൾ എടുക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് 1-2 ട്രേഡൊക്കെ ഒരു ദിവസം ഉണ്ടാവാറുള്ളൂ, അത്രേ ചെയ്യാറുള്ളൂ. കാരണം 1-2 ട്രേഡിൽ പ്രോഫിറ്റോ ലോസോ കിട്ടും. അപ്പോൾ എന്തെങ്കിലും രണ്ടാമത്തെ ട്രേഡ് മൂന്നാമത്തെ ട്രേഡൊക്കെ വളരെ അപൂർവമായി നമ്മൾ എടുക്കാറുള്ളൂ. അപ്പോൾ രണ്ടാമത്തെ ട്രേഡും ലോസാണ് നമ്മൾ നിർത്തും. അല്ലെങ്കിൽ ഫസ്റ്റ് ട്രേഡിൽ തന്നെ വലിയ ലോസൊക്കെ കിട്ടിയാൽ ഓൺ ദ സ്പോട്ടിൽ അപ്പോൾ തന്നെ നിർത്തും. ഒരു ലിമിറ്റഡ് ആയിട്ട് നമ്മളെല്ലാം ചെയ്യാറുള്ളൂ. കാരണം ഒരുപാട് ട്രേഡിങ്ങിന് എടുത്ത് കൂട്ടില്ല. മാക്സിമം 3 ട്രേഡ് ഒരു ദിവസം എടുത്തിട്ടുള്ളത്. പിന്നെ ഇല്ലെങ്കിൽ 2 ട്രേഡിൽ നിർത്തും. ഫസ്റ്റ് ട്രേഡ് തന്നെ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടിയ ശേഷം പിന്നെ രണ്ടാമത്തെ ട്രേഡ് ഇല്ലെങ്കിൽ, അതായത് നല്ലൊരു ചാൻസ് കിട്ടുന്നില്ലെങ്കിൽ ട്രേഡ് എടുക്കുകയില്ല. അപ്പോൾ അത്രയും ഉണ്ടാവില്ല. അപ്പോൾ 1-2 ട്രേഡൊക്കെ ഒരു ദിവസം ചെയ്യാറുള്ളൂ. ഒരുപാട് ട്രേഡുകളൊന്നും അങ്ങനെ കൊടുക്കില്ല. അവിടെ ഗ്രൂപ്പിൽ ഒരുപാട് കോളൊന്നും ഇങ്ങനെ ട്രേഡ് എടുത്തു അതെടുത്തു ഇതെടുത്തോ എന്ന് പറയാത്ത കാര്യം. നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് നമ്മൾ കോൺസെൻട്രേഷൻ പോയി കഴിഞ്ഞാൽ എവിടെയൊന്നും വിജയിക്കില്ല. അതും ഒരു സ്ഥലത്ത് നമ്മൾ ശ്രദ്ധിക്കാം. മറ്റേ മാർക്കറ്റ് എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയുകയാണ്. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, ഇപ്പോൾ നിഫ്റ്റിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതിന് ട്രേഡ് ഇല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോവുക. അല്ലാതെ അവിടെയും നോക്കി ഇവിടെയും നോക്കി അവിടെ ട്രേഡ് അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല എന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളെ സെറ്റപ്പിനനുസരിച്ചുള്ള ട്രേഡ് വരുമ്പോൾ മാത്രം എടുക്കുക എന്നുള്ളതാണ്. അത് എല്ലാ ദിവസവും വരാറുണ്ട് 1-2 ട്രേഡ് എടുക്കും. ചില ദിവസങ്ങൾ ട്രേഡേ ഉണ്ടാവാറില്ല നമുക്ക്. അപ്പം അങ്ങനെ ഒരു സെറ്റപ്പിന് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യും, അത് നമ്മൾ ട്രേഡ് എടുക്കില്ല. അത്രയേ ഉള്ളൂ. അതായത് നമ്മൾ ട്രേഡ് അന്വേഷിച്ച് പോകാറില്ല. നമ്മളെ സെറ്റപ്പിനനുസരിച്ച് ട്രേഡ് വരുന്നുണ്ടെങ്കിൽ മാത്രം കംഫർട്ട് ലെവലാണെങ്കിൽ മാത്രം എടുക്കും. അത്രയേ ഉള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ ആണെങ്കിൽ പ്രോഫിറ്റിൽ എത്തുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് മറിച്ച അഭിപ്രായം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളേതായ രീതിയിൽ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ റിസ്ക് റിവാർഡൊക്കെ നോക്കിയിട്ട് നിങ്ങൾ ആലോചിച്ച് ചെയ്യാം. ഓക്കെ. എനിക്ക് എന്തായാലും എൻ്റെ ഇത്രയും ഒരു എക്സ്പീരിയൻസിൽ വെച്ച് നോക്കുമ്പോൾ ആ രീതിയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടി നമുക്ക് പ്രോഫിറ്റായിട്ട് നിൽക്കാൻ പറ്റും. അതുകൊണ്ട് അത്രയും ഇങ്ങനെ കുറേ ട്രേഡ് എടുക്കണം ആഗ്രഹമുള്ള ആൾക്കാർ അതൊന്ന് മാറ്റി ചിന്തിക്കുന്ന നന്നാവുമെന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ. നിങ്ങളെ ആലോചിച്ച് തീരുമാനം എടുക്കുക. ഓക്കെ. ഇനി നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ പ്രധാനപ്പെട്ട സപ്പോർട്ടുകൾ നോക്കാം. 55,000 പ്രധാനപ്പെട്ട സപ്പോർട്ട്. പിന്നെ 54,850 രണ്ടാമത്തെ ഒരു സപ്പോർട്ടായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധ്യതയുള്ളത്. പിന്നെ റെസിസ്റ്റൻസ് ആയിട്ടുള്ളത് 55,200, 55,350, 55,450. ഇത്രയാണ് പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ള സാധ്യതയുള്ളത്. അപ്പോൾ ഇത്രയും ലെവലുകൾ തന്നെ നാളെ നമുക്ക് എടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇത് വെച്ച് നോക്കിയിട്ട് നമുക്ക് ഏകദേശം ലെവൽ വെച്ച് നോക്കാം. കാരണം നാളത്തെ ഓപ്പണിങ് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ബാങ്ക് നിഫ്റ്റി ലെവൽ നമുക്കതനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. ഓക്കെ. നിഫ്റ്റിയിലാണെങ്കിൽ നമുക്കിപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ നിഫ്റ്റിയിലിപ്പോൾ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണെങ്കിൽ ഇന്നത്തെ പോലെ തന്നെ നമുക്ക് 25,150 ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഞാനൊരു ഡൗൺ സൈഡിലേക്ക് വ്യൂ ആയതുകൊണ്ട് തന്നെ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആണ് ഞാൻ നാളെ മിക്കവാറും നിഫ്റ്റിയിലോ ട്രേഡിന് സാധ്യത വളരെ കുറവാണ്. ഞാൻ ബാങ്ക് നിഫ്റ്റിയിലേക്ക് പോകും. അല്ലെങ്കിൽ ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിലും ഈ റേഞ്ചിനുള്ളത് 25,150-നും 25,000-നും ഇടയിൽ 150 പോയിന്റ് ഉണ്ട്. അതിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ കുറച്ചും കൂടി ട്രേഡ് എടുക്കാനുള്ള സാധ്യത കൂടുതൽ നിഫ്റ്റി തന്നെ ആയിരിക്കും. അങ്ങനെ അല്ലെങ്കിൽ വലിയൊരു മൂവ്മെൻ്റ് ഒക്കെ ആദ്യം തന്നെ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നീട് കുറച്ചൊരു ബാങ്ക് നിഫ്റ്റിയിലേക്കുള്ള വ്യൂ ആയിരിക്കും ഞാൻ നോക്കുന്നുണ്ട്. കാരണം ബാങ്ക് നിഫ്റ്റിയിലേക്ക് പിന്നീട് ഞാൻ ട്രേഡ് എടുക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഞാൻ നാളെ അപ്ഡേറ്റ് ചെയ്യാം. അതുപോലെ എക്സ്ട്രാ എന്തെങ്കിലും ട്രേഡുകൾ എടുക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അപ്ഡേറ്റ് ചെയ്ത പോലെ തന്നെ കൃത്യമായി ഗ്രൂപ്പിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഗ്രൂപ്പിലും ജോയിൻ ചെയ്തിട്ട് നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ. എന്തെങ്കിലും നിങ്ങൾക്ക് അഭിപ്രായം ഉണ്ടെങ്കിൽ ഗ്രൂപ്പിൽ പറയും കൂടി ചെയ്തു. ഓക്കെ. എന്തെങ്കിലും ഡിസ്കസ് ചെയ്യാൻ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്ന് ചോദിച്ചാൽ മതി. ബാക്കി ഡീറ്റെയിൽസൊക്കെ ഗ്രൂപ്പിൽ തരാം. ഓക്കെ.